നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പൊതുപണിമുടക്ക് പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രകടനവും യോഗവും നടത്തി. കൊട്ടിയത്ത് സമരാനുകൂലികൾ പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 4 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. BM ആൻഡ് BC നിലവാരത്തിലാണ് റോഡുകൾ നവീകരിച്ചത്. കല്ലിനിടയിൽ കുടുങ്ങിയ കടലാമയെ രക്ഷപ്പെടുത്തി. ഇരവിപുരം കാക്കത്തോപ്പ് കടപ്പുറത്താണ് സംഭവം. സമീപവാസിയും സുഹൃത്തുക്കളും ചേർന്നാണ് ആമയെ രക്ഷപ്പെടുത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പൊതുപണിമുടക്ക് പൂർണ്ണം. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. വിവിധ കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രകടനവും യോഗവും നടത്തി. കൊട്ടിയത്ത് സമരാനുകൂലികൾ പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിനെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കൊല്ലത്ത് പൂർണ്ണമാണ്. കൊട്ടിയത്ത് പണിമുടക്ക് സമാധാനപരമായിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. കൊട്ടിയത്ത് പോസ്റ്റ് ഓഫീസ് തുറന്നെങ്കിലും സമര അനുകൂലികളെത്തി പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു. കണ്ണനല്ലൂരിൽ ദേശീയ പണിമുടക്ക് സമാധാനപരമായിരുന്നു. അപൂർവം സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. AITUC മുഖത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണനല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. CPI മുഖത്തല മണ്ഡലം സെക്രട്ടറി CP പ്രദീപ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉൾപ്പെടെ രാജ്യത്തെ തീരെഴുതിക്കൊണ്ട്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തീരെഴുതിക്കൊണ്ട് രാജ്യത്ത് നാം ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത പരമാധികാരവും സ്വാതന്ത്ര്യവും ബ്രിട്ടീഷ് അമേരിക്കൻ ഭരണകൂടത്തിന് അടിയറ വെക്കുന്ന നയസമീപനമാണ് ഈ രാജ്യത്തെ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്തെ നയങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഇപ്പോൾ ആരാണ് ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കുന്നത്? ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയമായി മാറുന്നത്. നമ്മൾ ആലോചിക്കണ്ടേ, ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ആ ജനാധിപത്യ രാജ്യത്തിന്റെ നയം തീരുമാനിക്കുന്നത് അമേരിക്കൻ ഭരണകൂടമാകുന്ന ആ കാലഘട്ടത്തിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഭരണ സംവിധാനം ഈ രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. A. പൂക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ബിനു P. ജോൺ, K. ദിനേശ് കുമാർ, M. സജീവ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലേബർ കോഡുകൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി KMMLന് മുന്നിൽ സമരം നടത്തി. ഇടത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. UDTFന്റെ നേതൃത്വത്തിൽ ചവറയിൽ പ്രകടനം നടത്തി. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരെയാണ് രാജ്യവ്യാപകമായി പൊതുപണിമുടക്കിന് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തത്. ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചവറ KMMLന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം R. രവീന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നുള്ളതാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾ ഒന്നടക്കം ആവശ്യപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോലും നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള നിയമങ്ങൾ, അതെല്ലാം 29 നിയമങ്ങൾ 4 ലേബർ കോഡുകളായി മാറ്റിക്കൊണ്ട് ആ ലേബർ കോഡുകളുടെ മറവിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനും ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കുവാനുമുള്ള തൊഴിലാളി വിരുദ്ധ നയമാണ് ഈ ബില്ലിൽ പതിയിരിക്കുന്നത് എന്ന് തൊഴിലാളി വർഗം ആകെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ള ബില്ലുകളായി മാറുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ പൊതുമേഖലകളെല്ലാം കോർപ്പറേറ്റുകളുടെ സാന്നിധ്യം ഏതാണ്ട്
പൂർണ്ണമായി ഉറപ്പിച്ച നിലയിലേക്കാണ് ഈ പൊതുമേഖലകളെല്ലാം ഇപ്പോ മാറിയിട്ടുള്ളത്. KG വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. VC രതീഷ് കുമാർ, PK ഗോപാലകൃഷ്ണൻ, ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDTF-ന്റെ നേതൃത്വത്തിൽ ചവറയിൽ പ്രതിഷേധ റാലി നടത്തി. ചവറ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമ്പോൾ UDTF-ന്റെ ചവറ മണ്ഡലം കമ്മിറ്റിയുടെ സമാരോഹന്മാരായ നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. UTUC സംസ്ഥാന ട്രഷറർ മനോജ് മോൻ ഉദ്ഘാടനം ചെയ്തു. അവരെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾക്കാണ് മോദി സർക്കാർ ആക്കം കൂട്ടുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത സമയത്ത് 2025 നവംബർ മുതൽ രാജ്യത്തുണ്ടായിരുന്ന ലേബർ കോഡുകളെല്ലാം കൂടി ഏകീകരിച്ചുകൊണ്ട് 4 ലേബർ കോഡുകളായി അതിനെ നിജപ്പെടുത്തിയത്. അതിൽ തന്നെ അത് സാമൂഹ്യക്ഷേമം, അതോടൊപ്പം തന്നെ വേതനം ഉൾപ്പെടെയുള്ള 4 ലേബർ കോഡുകളാക്കിയാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചറിയാം, ഈ ലേബർ കോഡുകൾ ഇവിടുത്തെ രാജ്യത്ത് നിലനിൽക്കുന്ന അവകാശ സമര പോരാട്ടങ്ങളുടെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ തച്ചു തകർക്കുന്ന രീതിയിൽ മോദി സർക്കാർ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സമരം ചെയ്യുവാൻ പാടില്ല. 8 മണിക്കൂർ ജോലി എന്നുള്ളത് 12 മണിക്കൂർ ജോലി ചെയ്യണം. അതോടൊപ്പം തന്നെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നില്ല. 300 പേര് താഴെയാണെങ്കിൽ അവരെ എപ്പോൾ വേണമെങ്കിലും അവരെ പിരിച്ചുവിടാം. അങ്ങനെ ഒട്ടനവധി തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് ഈ രാജ്യത്ത് ഈ സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. INTUC റീജിയണൽ പ്രസിഡന്റ് ജോസ് സുമൽരാജ് അധ്യക്ഷത വഹിച്ചു. STU കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി സലിം പാലക്കൽ, സുനിൽകുമാർ, R ശ്രീജിത്ത്, A നഹാസ്, ചവറ ഹരീഷ് കുമാർ, ഹിഷാം സംസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അഴീക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുനില മന്ദിരവും ഗ്രന്ഥപുരയും ഉദ്ഘാടനം ചെയ്തു. മുൻ MLA R രാമചന്ദ്രന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപയും CR മഹേഷ് MLA-യുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നുള്ള 11 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്താണ് ഗ്രന്ഥപുര അനുവദിച്ചത്. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഗ്രന്ഥപുരയുടെ സമർപ്പണവും നടത്തിയത്. മുൻ MLA R രാമചന്ദ്രൻ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപയും CR മഹേഷ് MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 11 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച ഗ്രന്ഥപുരയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മരുന്നൽക്കുളങ്ങര LPS, അഴീക്കൽ HS എന്നീ സ്കൂളുകൾക്ക് പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ മുന്നേറ്റം വരും തലമുറയുടെ വളർച്ചയ്ക്ക് വലിയ കർത്തവ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിദ്യാലയങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. നിർമ്മാണം നടക്കുന്നതും ഇനി നടക്കാനുള്ളതും പൂർത്തിയായതുമായ ഒരുപാട് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പണം അനുവദിച്ചു തന്ന ഒരു മന്ത്രിയാണ്. അതിൻ്റെ വിശദമായ കണക്കുകളോ സ്കൂളുകളുടെ പേരോ ഒന്നും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പറയും. കരുനാഗപ്പള്ളിയോടുള്ള ഒരു പരിഗണനയെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ PTA പ്രസിഡന്റ് ലിജിമോൻ P സ്വാഗതം പറഞ്ഞു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി. കരുതലിനൊരു ആദരവ് പദ്ധതി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ത്രിദീപും മികവുകൾക്ക് ആദരവ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം വരുൺ ആലപ്പാടും നിർവഹിച്ചു. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജി സുഗതൻ, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജു P, ആലപ്പാട് പഞ്ചായത്ത് അംഗങ്ങളായ സുജിത് T, രാജി S, ഹിമ ശ്രീറാം, PWD AE ആശ R, SSG ചെയർമാൻ ബിനു S, മോഹൻദാസ്, ധന്യ, സതീശൻ, വിശ്വംഭരൻ, ശശികുമാർ, ദയാനന്ദൻ, സബീന റാണി, സുജാരാജ്, മുഹമ്മദ് സലീം ഖാൻ, പ്രഥമാധ്യാപിക സ്മിത KL തുടങ്ങിയവർ പങ്കെടുത്തു. ഈ അധ്യയന വർഷം സ്കൂൾ ബസ്സിന് 1 മാസത്തെ ഡീസലിനുള്ള തുക നൽകിയ കരയോഗങ്ങൾ, വള്ളമുടമകൾ, പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ, പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സബ് ജില്ലാ, ജില്ലാതലങ്ങളിൽ മികച്ച വിജയം നേടിയ പ്രതിഭകൾ എന്നിവർക്ക് ആദരവ് നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 4 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. BM and BC നിലവാരത്തിലാണ് റോഡുകൾ നവീകരിച്ചത്. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഓച്ചിറ, ക്ലാപ്പന, ആലപ്പാട് പഞ്ചായത്തുകളിലും കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലും ഉൾപ്പെടുന്ന നിർമ്മാണം പൂർത്തീകരിച്ച കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ തുടങ്ങി പണിക്കർക്കടവ് പാലം വഴി വടക്കേനള അമ്പലം, കല്ലുമൂട്ടിൽ കടവ്, പബ്ലിക് ഓഫീസ് റോഡ്,
വടക്കേനട CFA ഗ്രൗണ്ട് റോഡ്, ഓച്ചിറ വലിയചീക്കൽ റോഡ് എന്നീ റോഡുകളുടെ നവീകരണ പ്രവൃത്തിയുടെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് നടന്നത്. ഓച്ചിറ KSRTC ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിച്ചാൽ മീൻതുള്ളി പാലം ഇവയെല്ലാം നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. 49 കോടി രൂപ ഇതിനാകെ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നവീകരിച്ച 29 റോഡുകൾ നാടിന് സമർപ്പിക്കുന്നത്. 700 കോടിയോളം രൂപയാണ് ഈ റോഡുകളുടെ നവീകരണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ദീർഘകാല സ്വപ്നം അതാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മെയിൻ്റനൻസ് ചെയ്യുന്നത് ഒഴിച്ചാൽ പൂർണ്ണമായും ആ റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു ഫണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ തകർന്നു കിടക്കുന്ന റോഡിൻ്റെ ശോച്യാവസ്ഥ നേരിട്ടും നാട്ടുകാർ പറഞ്ഞും അനുഭവമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 22/1/2022 ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത നിവേദനവും ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായത്തോടു കൂടിയിട്ട് PWD NH ചീഫ് എഞ്ചിനീയർ ദീപ്തി ഭാനു സ്വാഗതം പറഞ്ഞു. PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സജീവ് S റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, നജീബ് മണ്ണയിൽ, വരുൺ ആലപ്പാട്, കബീർ, ലീന പ്രവീൺ, BS വിനോദ, ബിജു കിളിയന്തറ, താഹ ഓച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കല്ലിനിടയിൽ കുടുങ്ങിയ കടലാമയെ രക്ഷപ്പെടുത്തി കടലിലേക്ക് അയച്ചു. ഇരവിപുരം കാക്കത്തോപ്പ് കടപ്പുറത്താണ് സംഭവം. സമീപവാസിയും സുഹൃത്തുക്കളും ചേർന്നാണ് ആമയെ രക്ഷപ്പെടുത്തിയത്. കല്ലിനിടയിൽ കുടുങ്ങിയ ആമയെയാണ് രക്ഷപ്പെടുത്തി തിരികെ കടലിലേക്ക് വിട്ടത്. ഇരവിപുരം കാക്കത്തോപ്പ് കടപ്പുറത്തെ പുലിമുട്ടുകൾക്കുള്ളിലെ കല്ലുകൾക്കിടയിലാണ് കടലാമ കുടുങ്ങിയത്. സമീപവാസിയായ ജയൻ മൈക്കിൾ ആമ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് സുഹൃത്തുക്കളുമായി ചേർന്ന് കല്ലുകൾക്കിടയിൽ നിന്ന് ആമയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീട് ജപ്തി ചെയ്ത് കേരള ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടി. അഞ്ചൽ കാച്ചാണിയിലാണ് സംഭവം. ബാങ്ക് ഉദ്യോഗസ്ഥർ പ്രായമായ അച്ഛനെയും അമ്മയെയും കുട്ടികളെയും പുറത്താക്കി വീട് പൂട്ടുകയായിരുന്നു. AIYF പ്രവർത്തകർ ഇടപെട്ട് പൂട്ട് പൊളിച്ച് വീട്ടുകാരെ അകത്ത് കയറ്റി. ിൽ പശു വളർത്തലിന് 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ 10 പശുക്കൾ രോഗം ബാധിച്ച് ചത്തതോടെ വരുമാനം മുടങ്ങിയതിനെ തുടർന്നാണ് ലോൺ അടയ്ക്കാൻ കഴിയാതായത്. അഞ്ചൽ കാച്ചാണിയിൽ താമസിക്കുന്ന നിഷ ഭവനിൽ ജിഷയാണ് ലോൺ എടുത്തത്. 2017 പശുവിൻ്റെ ലോണായിട്ട് കൃഷി ആവശ്യത്തിനായിട്ട് എടുത്തതാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ മേടിക്കണം എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേന് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാതിട്ടായിരിക്കാം പാലും കിട്ടിയില്ല, കുറേയൊക്കെ വീണുപോയി, കുട്ടികളെ ഒന്നിനെ പോലും കിട്ടിയില്ല, എല്ലാം ചത്തുപോയി. പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ അടച്ചു. പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേനും നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ ഇടന്നങ്ങ് പെരുവി. ഇങ്ങനെ ഇന്നലെ വൈകിട്ട് ഇതിന് മുമ്പ് ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഒരു 5:30 മണിയായിട്ട് വന്നിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കാൻ പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് 2 പേര്. ഒരാൾ 2ലും ഒരാൾ 9ലും പഠിക്കുന്നു. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഇരുന്നതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങ് പറക്കി ഇന്നലെ ഇവിടെ വെളിയിലാണ് നമ്മൾ കിടന്നത്. അപ്പോൾ ഒരു കുഞ്ഞാളെ സ്കൂളിൽ വിട്ട് മൂത്താളിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്. വീട്ടിലെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലുണ്ടായിരുന്ന പ്രായമായ അച്ഛനെയും അമ്മയെയും 2 വയസ്സുള്ള കുട്ടികളെയും ഉൾപ്പെടെ പുറത്താക്കി വീട് പൂട്ടുകയായിരുന്നു. പലവട്ടം അവരുടെ അടുത്ത് ചെന്നതാ. 50,000 രൂപയും കൊണ്ട് ചെന്നിട്ട് ലോണൊന്ന് പുതുക്കിത്താ, ഞങ്ങൾക്ക് മാസം 10 രൂപ വെച്ച് അടയ്ക്കത്തക്കോണം ആക്കിത്താന്ന് പറഞ്ഞിട്ട് അവർ തരത്തില്ല. എന്തെല്ലാം പറഞ്ഞിട്ട് അവർ കേൾക്കത്തില്ല, അവർ പുതുക്കി തരത്തില്ല. 5:30 മണിയായപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ് കുഞ്ഞിറങ്ങി കൊടുക്കണം, സാധനങ്ങൾ ഉള്ളത് വേണ്ടുന്നവർ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പറക്കി വെളിയിലിട്ട് ഒരു 7 മണിയോടുകൂടി അവർ ഒരു 6:30 കഴിഞ്ഞ് അവരെല്ലാം ലോക്ക് ചെയ്ത് ഞങ്ങളെ വെളിയിലാക്കിയിട്ട് പോയി. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു.
അവരെല്ലാം വെളിയിൽ കിടന്നു ചെയ്തു. MLA സാറോടെ വിട്ട് വിളിക്കാൻ പറഞ്ഞു. വാർഡ് മെമ്പറുണ്ട്. വാർഡ് മെമ്പറായ ആദ്യം ഇടപെട്ടത്, പിന്നെ MLA സാർ വീട്ടിൽ ഇടപെട്ട്. സംഭവമറിഞ്ഞ് PS സുബാൽ MLA വീട്ടുകാരുമായി സംസാരിച്ച ശേഷം ബാങ്ക് അധികൃതരുമായും മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു. ജപ്തി ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. MLAയുടെ നിർദ്ദേശത്തെ തുടർന്ന് AIYF പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ വീട്ടിനുള്ളിൽ കയറ്റി താമസിപ്പിച്ചു. കൊച്ചുങ്ങൾ ഉൾപ്പെടെ അടക്കമുള്ള ഒരു കുടുംബത്തിന് ഇന്നലെ കേരള ബാങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് അവർ പൈസ കുറച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ കൂടെയുള്ള ഒരു തുച്ഛമായ വസ്തുവും ഒരു വീട് മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രത്യേക റൂളുണ്ട്. കിടപ്പാടം ഇറക്കി വിട്ട് ജപ്തി ചെയ്യരുതെന്നുള്ള റൂള് പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവർ ഈ വീട് ജപ്തി ചെയ്തത്. ഇന്നലെ രാത്രി ഇവർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതായിട്ട് MLA അറിയിക്കുകയും ചെയ്തു. MLA അറിയിച്ചതിനെ തുടർന്ന് AIYFൻ്റെ പ്രവർത്തകരും MLAയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടാണ് ഇവരെ ഇപ്പം ഈ വീടിൻ്റെ പൂട്ട് പൊളിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പാവപ്പെട്ട മനുഷ്യരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടില്ല എന്ന സർക്കാരിന്റെ തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് AIYF സംസ്ഥാന കമ്മിറ്റി അംഗം വൈശാഖ് സീദാസ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, AIYF മേഖലാ പ്രസിഡന്റ് അജിത്ത്, മൊയ്തു അഞ്ചൽ എന്നിവർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുണ്ട്. ഇത്തരത്തിൽ പാവപ്പെട്ടവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ജപ്തി നടപടികൾ ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് ലംഘിച്ച് തികച്ചും ധിക്കാരകരമായ സർക്കാരിനെ കരിവാരിത്തേക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടാണ് ബാങ്ക് ജീവനക്കാർ കാണിച്ചിട്ടുള്ളത്. ഈ ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുക്കാനുള്ള നടപടിയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണമെന്നും കൂടി ഞങ്ങളുടെ ആവശ്യം പറയുകയാണ്. കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബം, പശുവിനെ വളർത്തി ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഈ കാണുന്ന നമ്മുടെ തൊട്ട് പിന്നിൽ കാണുന്നത്. പ്രായമായ 10-20 വയസ്സ് എന്ന അച്ഛനും അമ്മയും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ അംഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ലോണിന് കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കുകയും അവരുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ വീട്ടിനുള്ളിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന വളരെ ക്രൂരമായ ഒരു നടപടിയാണ് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്. ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധുവിന്റെ സാന്നിധ്യത്തിലാണ് വീടിന്റെ പൂട്ട് പൊളിച്ചത്. ഞാൻ MLA സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് ഇവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കാം. അവിടെ മാനേജരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ ഇനിയും അങ്ങനെ ആര് വന്ന് പറഞ്ഞാലും വെളിയിൽ ഇറങ്ങല്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് സാറ് സംസാരിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി 50 ജനുവരി മാസം 26-ാം തീയതി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ആ കാര്യം ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയപ്പോൾ നാം പറഞ്ഞ കാര്യമാണ്. ആ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതാണ് ഭരണഘടനയുടെ ആമുഖത്താളിൽ ആർക്കും വായിക്കാൻ ഭാഗത്തിന് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗത്തിന്റെ പേര് തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കേന്ദ്ര സർക്കാർ കുഴിച്ചുമൂടുന്നു. മോദി സർക്കാർ കൊണ്ടുവരുന്ന ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണ്. ഇത് പിൻവലിക്കണം. BJP സർക്കാർ നാടിന്റെ ജീവിതപാതകളെയെല്ലാം കൊട്ടിയടയ്ക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ട്രംപ് പറയുന്നു. എല്ലാ മേഖലയിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിറയാൻ പോകുകയാണ്. ഇന്ത്യ അമേരിക്കൻ രാഷ്ട്രത്തലവന്മാരുടെ സംയുക്ത സമ്മേളനത്തിൽ വെച്ചല്ല ഇതൊന്നും ട്രംപ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംഘാടക സമിതി ചെയർമാൻ M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ M സ്വരാജ്, സംഘാടക സമിതി കൺവീനർ ജഗജ്ജീവൻ ലാലി, ജാഥ അംഗങ്ങളായ PK രാജൻ, P വസന്തം, നേതാക്കളായ മന്ത്രി J ചിഞ്ചുറാണി, S ജയമോഹൻ, J മേഴ്സിക്കുട്ടിയമ്മ, S സുദേവൻ, PS സുബാൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, MS താര തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമിച്ച് കൂട്ടി LDFനെ തോൽപ്പിക്കാനാണ്
ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലാണ്, മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലാണ്. രണ്ട് വർഗീയതയെയും രണ്ട് വർഗീയ വിപത്തിനെയും ഒരുമിച്ച് കൂട്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാവുമോ എന്നാണ് നോക്കുന്നത്. ഇടതുപക്ഷം ചെയ്ത തെറ്റെന്താണ്? ഈ ഒരു ദശാബ്ദം കേരളത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും തെറ്റായ ഒരു നടപടി സ്വീകരിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കാവൂ. ഈ 10 കൊല്ലത്തിനുള്ളിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് LDFനെതിരെ ഒരു വലിയ സമരം നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താ സാധിക്കാത്തത്? അതിനൊരവസരം കൊടുത്തിട്ടില്ല. ജനങ്ങളോടുള്ള പ്രതിബദ്ധത LDFന്റെ ഓരോ തീരുമാനങ്ങളിലും പ്രതിഫലിക്കുമായിരുന്നു. ഇത്രമാത്രം ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ അധികമുണ്ടാവില്ല. രാവിലെ നിയോജക മണ്ഡലം അതിർത്തിയായ കല്ലുകടവിലെത്തിയ ജാഥയെ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് സമ്മേളന നഗറിലേക്ക് ആനയിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ കിഴക്കുവശത്താണ് സ്വീകരണ സമ്മേളനം നടന്നത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ പ്രകടനങ്ങൾ ഒഴിവാക്കിയിരുന്നു. നഗരത്തിൽ പ്രവേശിച്ച ജാഥയെ റെഡ് വോളണ്ടിയർമാരുടെയും ബാൻഡ് ഗ്രൂപ്പിന്റെയും അകമ്പടിയോടെ സ്വീകരിച്ചു. സമ്മേളന വേദിയിൽ ജാഥ ക്യാപ്റ്റൻ റെഡ് വോളണ്ടിയർമാരുടെ സല്യൂട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വനയാത്ര നടത്തി. നെടുങ്ങല്ലൂർ പച്ച വനയാത്രാ സമിതിയുടെ നേതൃത്വത്തിലാണ് വനയാത്ര നടത്തിയത്. കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുങ്ങല്ലൂർ പച്ച വനയാത്രാ സമിതിയുടെ നേതൃത്വത്തിൽ വനവകുപ്പിന്റെ സഹകരണത്തോടെ 15ാമത് നെടുങ്ങല്ലൂർ പച്ച വനയാത്ര സംഘടിപ്പിച്ചു. ആനപ്പെട്ട കൊങ്കൽ ഗുരുമന്ദിരം ജംഗ്ഷനിൽ യാത്ര കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വലിയ സാധ്യതകളുള്ള നെടുങ്ങല്ലൂർ പച്ച എന്ന നിലയിൽ അറിയപ്പെടുന്ന മേഖലയിലേക്ക് ഒരു വനയാത്ര സംഘടിപ്പിച്ച് എത്തുന്നതോടുകൂടി പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വനം കാണണം, വനത്തിലെ സാഹചര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കൊക്കെ വരാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഭാവിയിൽ ഇത് മാറും. നമ്മുടെ ഈ പ്രചരണത്തോടെ അല്ലെങ്കിൽ ഈ വനയാത്രയോടുകൂടി തന്നെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാടിന്റെ മക്കളായ ആദിവാസി വിഭാഗങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ വനസംരക്ഷണം പൂർണ്ണമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കാൽനടയായി നെടുങ്ങല്ലൂർ പച്ചയിലെത്തിയ സംഘം ഞാവൽ, ഇലഞ്ഞി, മരുത്, മന്ദാരം, കണിക്കൊന്ന, കമ്പകം, കാട്ടുകടമ്പ്, കുളമാവ്, പേര എന്നീ വൃക്ഷങ്ങളുടെ വിത്തുകൾ വിതറി. വനയാത്രാ സമിതി പ്രസിഡന്റ് A.T. ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി ഷൈനു, തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ C. സെൽവരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലി അശോകൻ, ഗ്രാമപഞ്ചായത്ത് അംഗം S. സുനിൽകുമാർ, കൊല്ലം KC സ്മാരക സമിതി സെക്രട്ടറി ലത്തീഫ് മാമൂഡ്, ഇടമൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ S. പ്രഭാത് കുമാർ, സെക്രട്ടറി V. അശോകൻ, ട്രഷറർ V. ജയദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപയും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 13.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വാർഷിക സമ്മേളനം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിലെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 2020-21 വർഷ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപയും CR മഹേഷ് MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 13.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. CR മഹേഷ് MLA മന്ദിര പ്രവേശനോദ്ഘാടനവും ഭദ്രദീപം കൊളുത്തി പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ കാലതാമസം. അതിന്റെ ഭരണാനുമതി കിട്ടുക, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുക, പിന്നീട് ആ വർക്ക് ടെൻഡർ ചെയ്യുക, ഏതെങ്കിലും കോൺട്രാക്ടർ, ഇത്രയും സമയമാണ് ദീർഘമായി പോകുന്നത്. പിന്നെ എടുക്കുന്ന കോൺട്രാക്ടർ കല്ലിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമ്പത്തുള്ള ആളാണെങ്കിൽ അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മനസ്സനുസരിച്ച് വളരെ വേഗത്തിൽ കൊണ്ടുവരും. ഇല്ല എങ്കിൽ ഈ ഘട്ടങ്ങളിലൊക്കെ മുടങ്ങിപ്പോകും. സർക്കാർ ജീവനക്കാർ കാര്യക്ഷമമായി വർക്കിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സഹായിക്കുന്നതിനോടൊപ്പം എടുക്കുന്ന കരാറുകാരന്റെ ഒരു മനസ്സും കൂടിയാണ് ഓരോ വർക്കും പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ഈ സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യം നല്ലതുപോലെ വികസിച്ചു വരുന്നത്. ശോഭനത്തേക്ക് പറഞ്ഞതുപോലെ ഒരു HM അവരുടെ അമ്മ ഇന്നലെ ഗംഗ ടീച്ചറുടെ അമ്മ ഇന്നലെ മരണപ്പെട്ടു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വരാൻ പറ്റാത്തത്. കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ശോഭന, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആശാനിൽ, മുനമ്പത്ത് ഗഫൂർ, B. മോഹൻദാസ്, P. രാജു, കൗൺസിലർമാരായ ബേബി ജസ്ന, സിംലാൽ,
ബി രമണിയമ്മ, ഗിരിജാദേവി അമ്മ, സുലത, രാധാമണി ഷാജി, അശ്വതി ശ്യാം, എഇഒ അജയകുമാർ, SMC ചെയർമാൻ രാജേഷ് പട്ടാശ്ശേരി, ഷെഫീഖ്, ശ്യാംകുമാർ, ഷെമില, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് സജീവ മാമ്പറ, അധ്യാപകരായ ലേഖ, വീണ എന്നിവർ പങ്കെടുത്തു. വിവിധ അവാർഡ് നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് വാർഷിക സമ്മേളനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു. തുടർന്ന് ഗാനമേളയും നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദേശീയപാതയ്ക്ക് ഇരുവശത്തും വളർന്നു നിൽക്കുന്ന പുല്ല് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നതായി പരാതി. കുണ്ടറ ആറുമുറിക്കടയ്ക്കും എഴുകോണിനും മധ്യയാണ് ദേശീയപാതയോരത്ത് പലയിടങ്ങളിലായി പുല്ല് വളർന്ന് കാടായി നിൽക്കുന്നത്. ഫുട്പാത്ത് പൂർണ്ണമായും പുല്ല് വളർന്ന് കാട് മൂടിയ നിലയിലാണ്. ദേശീയപാതയോരത്ത് കാട് വളർന്നു നിൽക്കുന്നതാണ് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നത്. കുണ്ടറ ആറുമുറിക്കടയ്ക്കും എഴുകോണിനും മധ്യയാണ് ദേശീയപാതയോരത്ത് പലയിടങ്ങളിലായി പുല്ല് വളർന്ന് കാടായി കിടക്കുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലും ടാറിംഗ് തീരുന്നിടം മുതൽ ഫുട്പാത്ത് പൂർണ്ണമായും പുല്ല് വളർന്ന് കാടായ നിലയിലാണ്. പലയിടങ്ങളിലും പുല്ലിനിടയിൽ മരങ്ങളും വളർന്നു നിൽക്കുന്നത് കാണാം. ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാടുകൾക്കിടയിൽ ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, പൊട്ടിയ കണ്ണാടിച്ചില്ലുകൾ, ബിയർ കുപ്പികൾ, സോഫ സെറ്റുകളുടെ കുഷനുകൾ തുടങ്ങി കാറിന്റെ ഉപയോഗശൂന്യമായ പൊട്ടിയ ബമ്പറുകൾ, മിററുകൾ എന്നിവയും ടൈലിന്റെയും മറ്റും വേസ്റ്റുകളും കൊണ്ടിടുന്നതും പതിവാണ്. കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളും ധാരാളമായുണ്ട്. ബൈറൂട്ടുകളുടെയും അവസ്ഥ ഇതാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്തോ ദേശീയപാത അതോറിറ്റിയോ PWDയോ ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. റോഡിന്റെ പല ഭാഗങ്ങളിലും കാട് വളർന്നു നിൽക്കുന്നതിനാൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഇത് പലപ്പോഴും അപകടങ്ങളിലേക്കും വഴിവെക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പൊതുപണിമുടക്ക് പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രകടനവും യോഗവും നടത്തി. കൊട്ടിയത്ത് സമരാനുകൂലികൾ പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 4 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. BM ആൻഡ് BC നിലവാരത്തിലാണ് റോഡുകൾ നവീകരിച്ചത്. കല്ലിനിടയിൽ കുടുങ്ങിയ കടലാമയെ രക്ഷപ്പെടുത്തി. ഇരവിപുരം കാക്കത്തോപ്പ് കടപ്പുറത്താണ് സംഭവം. സമീപവാസിയും സുഹൃത്തുക്കളും ചേർന്നാണ് ആമയെ രക്ഷപ്പെടുത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.